ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ച് കാണും. സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കാണും. ഞാനും കഴിച്ചു ചെറിയ രീതിയിൽ. എനിക്ക് ഇന്നത്തെ ദിവസം വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. കാരണം എൻ്റെ ഓർമ്മകൾ ഒരുപാട് പഴയ കാലത്തേക്ക് പോകും. അന്നത്തെ ഒരു വിഷുവിൻ്റെ സന്തോഷങ്ങളൊന്നും പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ തീരെ ചെറിയ കാലഘട്ടം, അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന എൻ്റെ അമ്മുമ്മയുണ്ടായിരുന്ന സമയത്തെ വിഷുക്കാലം, അതായത് നമുക്ക് സ്കൂൾ വെക്കേഷൻ തുടങ്ങുമല്ലോ. മാർച്ച് കഴിയുമ്പോൾ മുതൽ സ്കൂൾ വെക്കേഷൻ. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആകുന്ന സമയത്ത് എന്നെ അമ്മയുടെ വീട്ടിൽ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളെന്ന് പറയുന്നത്. കാരണം എൻ്റെ അമ്മുമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ താമസിക്കാൻ പറ്റുന്ന ആ ദിവസങ്ങൾ. അതിപ്പോൾ വിഷു ആകണം എന്നൊന്നുമില്ല, എല്ലാ വെക്കേഷനും അമ്മ എന്നെ കൊണ്ടുവിടും. എൻ്റെ അമ്മുമ്മ മരിക്കുന്നിടം വരെ അങ്ങനെ തന്നെയായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വിഷു വലിയ വിശേഷമാണ്. വിഷുവിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ശബ്ദമുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ എനിക്കൊക്കെ ഉള്ളത് കമ്പിത്തിരി, മത്താപ്പ്, കൊരോപ്പൂവ്, പൂത്തിരി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ കത്തിക്കുന്നത്. പൊട്ടിക്കുകയല്ല, കത്തിക്കുന്നത്. അതിനുശേഷം വിഷു കഴിയുമ്പോൾ ഇതെല്ലാം തീരും. വിഷുവിൻ്റെ അന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ഇതെല്ലാം കത്തിക്കും. പിറ്റേ ദിവസവും കൂടെ കാണും കുറച്ചൊക്കെ. അത് കഴിയുമ്പോൾ തീരും. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് പിന്നെ മിച്ചമുള്ളത് പൊട്ടാസ്. പിന്നെ അന്ന് ഇങ്ങനെ ഒരു പാമ്പ് ഗുളികയുണ്ട്. അതിങ്ങനെ കത്തിക്കുമ്പോൾ പാമ്പിനെ പോലെ ഇങ്ങനെ അതിങ്ങനെ വരും. പിന്നെയുള്ളത് ഒരു തീപ്പെട്ടി പോലത്തെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ കത്തിക്കുമ്പോൾ പച്ച കളറ് തീയ്, മഞ്ഞ കളറിൽ, ചുവപ്പ് കളറിൽ ഇങ്ങനെ തീകൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പിന്നീട് വിഷു കഴിഞ്ഞിട്ട് കത്തിക്കുന്നത്. ഒരാഴ്ച ഇത് കാണും. അങ്ങനെയുള്ള ഓർമ്മകൾ വലിയ സന്തോഷമാണ്. പിന്നെ എൻ്റെ അമ്മുമ്മയ്ക്ക് വലിയ നിർബന്ധമാണ് ചില ആഘോഷങ്ങളൊക്കെ ചില രീതികളിൽ ആഘോഷിക്കണമെന്നുള്ളത്. എല്ലാം ഇപ്പോൾ ഒരേപോലെയല്ല. ഇപ്പോൾ ഓണത്തിൽ നമ്മൾ ഒരുക്കുന്നത് പോലെയല്ല വിഷുവിന് നമ്മൾ സദ്യ ഒരുക്കുന്നത്. ഓണത്തിന് രാവിലെ കഴിക്കുന്ന ആഹാരങ്ങളല്ല വിഷുവിന് കഴിക്കുന്നത്. അതല്ല ദീപാവലി. അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഓരോ ദേശത്തും ഓരോ വ്യത്യാസമായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ രാവിലെ അമ്മുമ്മ പാൽക്കഞ്ഞി ഉണ്ടാക്കും. വലിയ കലത്തിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കും രാവിലെ. വിഷുവിന് പാൽക്കഞ്ഞിയും ചക്കപ്പുഴുക്കുമാണ്. അപ്പോൾ ചക്കയുള്ള സമയമാണല്ലോ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മുമ്മയൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളാണ്. നോൺ വെജ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ രാവിലെ വലിയ കലത്തിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കും, ചക്കപ്പുഴുക്കും ഉണ്ടാക്കും. വലിയ കൽച്ചട്ടിയിൽ ചക്കപ്പുഴുക്കുണ്ടാക്കും. പാൽക്കഞ്ഞി ഇപ്പോൾ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് പശുവും പാലും ഒഴിച്ചിട്ട് മധുരം ഇട്ട് തരും. അല്ലാത്തവർക്ക്, വലിയ ആളുകൾക്ക് ചക്കപ്പുഴുക്ക് കൂട്ടി കഴിക്കാൻ അത്രയും അതിഷ്ടമായിട്ടുള്ള ആളുകൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചക്കപ്പുഴുക്കും മാങ്ങാക്കറിയും, അതായത് കടുക് മാങ്ങ, അതും കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ അടുത്തൊക്കെയുള്ള ആളുകളൊക്കെ വരും ഈ പാൽക്കഞ്ഞിയും ചക്കപ്പുഴുക്കും മേടിക്കാനായിട്ട്. അപ്പോൾ അപ്പുറത്തൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചക്കപ്പുഴുക്കും പാൽക്കഞ്ഞിയും കുടിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ പാത്രം കൊണ്ട് വരും അമ്മൂമ്മയുടെ ചക്കപ്പുഴുക്കും പാൽക്കഞ്ഞിക്ക്. അപ്പോൾ അമ്മൂമ്മ ഇതൊക്കെ ഇങ്ങനെ അവർക്ക് കൊടുക്കും, ഞങ്ങളും കഴിക്കും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നമ്മളും ഇത് നന്നായിട്ട് കഴിക്കും. ഉച്ചയ്ക്ക് നമ്മൾ വലിയ സദ്യയാണ്. ശരിക്കും പറഞ്ഞാൽ വിഷുവിന് നല്ല സദ്യയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ സദ്യക്ക് പാൽപ്പായസം കൂട്ടി സദ്യ കഴിക്കും. അപ്പം അന്നേരം അതിലും ഈ ചക്കയുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി പേരുണ്ട്. ആ സമയത്ത് ബന്ധുക്കളെല്ലാവരും വരും. അപ്പോൾ ചക്ക അവിയലൊക്കെയാണ് വെക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ കൂട്ട് ഈ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള അവിയലൊന്നും അന്ന് ഇല്ല. അതൊക്കെ എൻ്റെ അമ്മൂമ്മ പറയും, അതൊക്കെ എന്തോ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികളല്ലല്ലോ ക്യാരറ്റൊക്കെ. അപ്പോൾ അതൊന്നും ഈ പ്രായമായ ആളുകൾക്കൊന്നും അതൊന്നും ഇഷ്ടമല്ല. അവർക്ക് പടവലങ്ങ, വെള്ളരിക്ക, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, ചേന, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പച്ചയത്തയ്ക്ക അല്ലെങ്കിൽ ചക്ക, ഇതൊക്കെയാണ് അവർക്കിഷ്ടം. അവർ ഈ ക്യാരറ്റൊക്കെ അവർക്ക് എന്തോ വേറെ എന്തോ പോലെയൊക്കെയാണ്. എൻ്റെ അമ്മൂമ്മയൊക്കെ ഈ ക്യാബേജിനന്ന് പറയുന്നത് മുട്ടക്രോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലും കഴിക്കില്ല. അതെന്തോ മുട്ടയാണെന്നൊക്കെയായിരുന്നു അവരുടെ ധാരണ.
അതിൻ്റെ ഒരു മണവും അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാധുവായ ആളായിരുന്നു എൻ്റെ അമ്മമ്മ. അപ്പോൾ ഇങ്ങനെ ഈ ഉച്ചയ്ക്ക് നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണും, വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകും, പിന്നെ ഈ പടക്കങ്ങളൊക്കെ പൊട്ടിക്കും. അപ്പോൾ എല്ലാവരും പടക്കം പൊട്ടിക്കും. അപ്പോൾ അപ്പുറത്തെ വീടുകളിലൊക്കെയാണ് ഈ വലിയ ശബ്ദത്തിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത്. ഞങ്ങൾ അത്രയും ശബ്ദമുള്ള പടക്കം പൊട്ടിക്കില്ല, കാരണം കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷു കാലമെന്ന് പറയുന്നത് വലിയ വിശേഷമാണ്. വൈകുന്നേരം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെക്കും, അറവാതുക്കലാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ഓർമ്മയാണ് എനിക്ക് വിഷു. എൻ്റെ അമ്മൂമ്മയ്ക്ക് ആരോഗ്യമുണ്ടായിരുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു നൈർമല്യത്തോടു കൂടിയുള്ളൊരു വിഷു എനിക്കുണ്ടായിട്ടില്ല. കാരണം ആ സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അന്ന് ബന്ധുജനങ്ങളെല്ലാവരും വരും. പ്രായമായ ആളുകൾ നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകൾ വീട്ടിലുള്ളപ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാണാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരും. അതൊരു സന്തോഷമാണ്. അവരുടെയൊക്കെ മരണശേഷം ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വരാതെയായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ആരും വരില്ല, എല്ലാവർക്കും അവരവരുടെ തിരക്കുകൾ. ആരെ കാണാൻ വരണം? അന്ന് അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും, അല്ലെങ്കിൽ പേരമ്മയുണ്ട്, അപ്പോൾ പേരമ്മയെ കാണാനായിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അന്നത്തെ കാലത്ത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം, അവരവരുടെ വീട്, എൻ്റെ വീട്ടിൽ കണി വെക്കണ്ടേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അതുപോലെ തന്നെ കണി വെക്കുമ്പോഴും നമ്മൾ ഈ ഇപ്പോഴത്തെ കൂട്ടുള്ള വലിയ ആഡംബര കണികളൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന തനതായ കാര്യങ്ങൾ കൊണ്ടിട്ടുള്ള കണികളാണ് അന്ന് വെച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതേപോലുള്ള ഒരു ഓർമ്മയാണ് എനിക്ക് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത്രയും ഒരു സന്തോഷകരമായൊരു വിഷു ഒന്നും പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഇന്നത്തെ വിഷു പോലും അങ്ങനെ ഒരു സന്തോഷകരമായ വിഷുവല്ല. കാരണം ഇപ്പം ഞാൻ തന്നെ കണി വെക്കുന്നു, ഞാൻ തന്നെ കുറേ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുടുംബാംഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ള 2, 3, 4 ആളുകൾ ചേർന്നിരുന്നിട്ട് നമ്മളുണ്ടാക്കിയ ആഹാരം നമ്മൾ തന്നെ കഴിക്കുന്നു. അത് ആർക്കും കൊടുക്കുന്നുമില്ല, ആരുടെയും കയ്യിൽ നിന്ന് നമ്മളൊന്നും മേടിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു ആഘോഷമാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് അങ്ങനല്ല. ഈ കൈനീട്ടത്തിനൊന്നും അന്ന് ഇത്രയും വലിയ പ്രാധാന്യമൊന്നുമില്ല. എല്ലാവരും വരും, എന്തേലും അവരവരെ കൊണ്ട് പറ്റുന്നത്, ചിലപ്പോൾ 1 രൂപ നാണയമായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 രൂപയായിരിക്കും. അതൊക്കെ മതി. അധികമുള്ള ആവശ്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കല്ലേ ആവശ്യങ്ങളുള്ളൂ. അന്ന് നമുക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അതൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അമ്മയുടെയും അമ്മൂമ്മയുടെയും കയ്യിലൊക്കെ അങ്ങ് കൊടുക്കും. നമുക്കിത് കൈ വെച്ചിട്ട് എന്തെടുക്കാനാണ്? ഒന്നും മേടിക്കാനൊന്നുമില്ല. ഇപ്പോഴല്ലേ ഓൺലൈനിൽ മേടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ മതി. അന്ന് അതൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയും മേടിച്ച് തരുന്ന എന്താണോ അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പാൽക്കഞ്ഞി കുടിക്കുക, ചക്കപ്പുഴുക്ക് കഴിക്കുക, ഉണ്ണിയപ്പം കഴിക്കുക, വിഷുവിന് പാൽപ്പായസം കൂട്ടി ഉണ്ണുക, അതൊക്കെയാണ് ഒരു സന്തോഷകരമായ കാലം. ഇനി അങ്ങനെ ഒരു സന്തോഷകരമായ കാലമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ മരിച്ചുപോയി. ഒരുപാട് കഥകളൊക്കെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തരും. ഈ രാമായണവും മഹാഭാരതവും ഒക്കെ എത്ര ആവർത്തിയാണ് പറഞ്ഞു തരുന്നത്. ഒരു മടിയില്ലാതെ ആണ് ഇവരിതിങ്ങനെ ആവർത്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അമ്മൂമ്മ വീണ്ടും പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ പറയും. മക്കളെ ഇന്നലെ പറഞ്ഞതല്ലേ എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, പിന്നെയും പറയും. അങ്ങനെ പറഞ്ഞ് കേട്ട് നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയും. ഉണ്ണാനിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ കഥകൾ പറഞ്ഞു. ഇന്ന് എത്ര അമ്മൂമ്മമാരാണ് അങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, കൊച്ചുമക്കൾക്ക്. അവരെല്ലാം സീരിയലിൻ്റെ മുമ്പിലോ അതല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലോ ഒക്കെയാണ്. അങ്ങനെ ഒരു കാലഘട്ടമൊന്നും ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അടുത്ത തലമുറയോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്കൊന്നും അതിനോടൊന്നും വലിയ താല്പര്യവുമുള്ളത് കാണുന്നുമില്ല. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. വിഷു എന്ന് കേൾക്കുമ്പോൾ എനിക്കിതൊക്കെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയുമാണ് വിഷുക്കാലം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഉത്സവങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഉത്സവങ്ങൾ. ഓണമായാലും വിഷുവായാലും ദീപാവലി ആയാലും എല്ലാം. ഈ ഓണം പോലെ അല്ല വിഷു ആഘോഷിക്കുന്നത്. ഓണത്തിന് രാവിലെ കഴിക്കുന്ന പലഹാരങ്ങളല്ല വിഷുവിന് കഴിക്കുന്നത്. സദ്യക്ക് വ്യത്യാസമുണ്ട്. അതൊന്നുമല്ല ദീപാവലി. പിറന്നാൾ വരുമ്പോൾ ഇങ്ങനെയല്ല, അത് വേറൊരു രീതി.
ആൺകുട്ടികളുടെ പിറന്നാളിന് ഉണ്ടാക്കുന്ന പായസമല്ല പെൺകുട്ടികളുടെ പിറന്നാളിന് ഉണ്ടാക്കുന്നത്. ആൺകുട്ടികളുടെ പിറന്നാളിന് പാൽപ്പായസം കൂട്ടി സദ്യ, സേമിയൊന്നും അന്നത്തെ കാലത്ത് പായസമായിട്ട് കണക്ക് കൂട്ടില്ല, പാൽപ്പായസമാണ്. പെൺകുട്ടികളുടെ പിറന്നാൾ വരുമ്പോൾ അമ്മൂമ്മ പറയും ശർക്കര പായസം കൂട്ടി അവർക്ക് ആഹാരം കൊടുക്കണം. അതിനൊക്കെ ചിലപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം, ചുമ്മാതല്ല അവർ, അത് വേർകൃത്യമൊന്നുമല്ല. അതൊക്കെ ഓരോ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ശർക്കര കഴിക്കണമായിരിക്കാം, കാരണം നമുക്കറിയാമല്ലോ പെൺകുട്ടികളുടെ ശരീരത്തിന് അയൺ കണ്ടൻറ്റൊക്കെ ധാരാളമായിട്ട് വേണം, അപ്പം നമ്മൾ ശർക്കരയൊക്കെ കഴിക്കും. അപ്പോൾ അതങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തന്ന് ആഘോഷങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ ആഘോഷിപ്പിച്ച് കഥകൾ പറഞ്ഞു തന്നിരുന്ന എൻ്റെ അപ്പൂപ്പനെയും അമ്മുമ്മയാണ് ഞാൻ ഈ വിഷുക്കാലത്ത് ഓർക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ പറയൂ, കേൾക്കട്ടെ. എല്ലാവർക്കും വിഷു ആശംസകൾ. ഹരേ കൃഷ്ണ.